ഹായ്, ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും കാണാവുന്നതാണ്. അതുപോലെ തിരിച്ചും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷനും ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ കണ്ട് പഠിക്കുന്നത് നല്ലതാണ്. സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും പബ്ലിക് എക്സാമിനേഷന് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഓൾറെഡി നമ്മൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി +2 റിവിഷൻ ക്ലാസ്സസ് എന്ന ഫോൾഡറിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ജസ്റ്റ് ഒരു 40 മാർക്ക് മതി എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന ഒരു പുതിയ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 3 പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. പബ്ലിക് എക്സാമിനേഷന് വേണ്ടി ഈ വീഡിയോസ് കണ്ട് പഠിക്കുക. സോ 2024 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാമിനേഷൻ നടത്തിയ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. A matrix has 6 elements. Then which can be a possible order of it among the following? ഒരു മെട്രിക്സിൽ 6 എലമെന്റ്സ് ഉണ്ട് എങ്കിൽ ഈ ഓർഡറിൽ ഏത് മെട്രിക്സ് ആണ് ട്രൂ ആയിട്ട് വരുന്നത്? നമുക്കറിയാം, ഒരു മെട്രിക്സിൽ m റോസും n കോളംസും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും m × n. അതായത് ഇവിടെ മെട്രിക്സിൽ 6 എലമെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ റോയും കോളവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നത് ഏത് മെട്രിക്സിനാണ്? ഇവിടെ ആദ്യത്തെ മെട്രിക്സ് 2 റോ 3 കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. അപ്പോൾ 6 എലമെന്റ്സ് ഉണ്ട്. സോ ആൻസർ 2/3. ഈ മെട്രിക്സിലാണെങ്കിൽ എത്ര എലമെന്റ് ഉണ്ട്? 12 എലമെന്റ്സ്. ഇവിടെ 18. ഇവിടെ എന്താണ്? 12. നമുക്ക് ടോട്ടൽ 6 മതി. സോ ഓർഡർ എന്താകാനാണ് സാധ്യത? 2/3. സോ വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ബി പാർട്ട്. കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ് A whose elements are given by Aij equal to 2i minus j by 2. ഒരു 2/3 മെട്രിക്സ് ഫോം ചെയ്യണം. 2 റോയും 3 കോളവുമുള്ള ഒരു മെട്രിക്സ് ഫോം ചെയ്യണം. ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സിന്റെ പ്രോപ്പർട്ടിയാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു മോഡൽ മെട്രിക്സ് നമ്മൾ എഴുതേണ്ടതുണ്ട്. സോ ലെറ്റ് ക്യാപിറ്റൽ A ഈക്വൽ ടു 2 റോ അല്ലെ. അപ്പൊ ആദ്യത്തെ റോയിൽ ഫസ്റ്റ് എലമെന്റിന്റെ പൊസിഷൻ എങ്ങനെയാണ്? 1 1. അപ്പൊ അതിനെങ്ങനെ എഴുതും? A11 A12 ഒന്നാമത്തെ റോയിൽ രണ്ടാമതിരിക്കുന്നു, A13 ഒന്നാമത്തെ റോയിൽ മൂന്നാമതിരിക്കുന്നു. 3 കോളം മതി. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെന്റ് എങ്ങനെ എഴുതും? A21. അടുത്ത എങ്ങനെ എഴുതും? A22. നെക്സ്റ്റ് എന്താണ്? A23. നമുക്ക് 2 റോയും 3 കോളം 2/3. ആദ്യം 2, അവസാനം 2 3. അപ്പോൾ ഇത്രയും മതി. അത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുക. സോ ഈ 6 എലമെന്റ്സ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. Aij ഈക്വൽ ടു എന്താണ് ഫോർമുല? 2i minus j by 2. അപ്പൊ ആദ്യം A11 കാണണമെങ്കിൽ iക്ക് 1 jക്ക് 1 കൊടുക്കുക. അപ്പൊ 2 - 1 എന്താണ്? 1/2 എന്ന് കിട്ടും. നെക്സ്റ്റ് A12 iക്ക് 1 കൊടുക്കുക, jക്ക് 2 കൊടുക്കുക. 2 - 2 0/2 0. അടുത്ത A13 iക്ക് 1 jക്ക് 3 കൊടുക്കുക, iക്ക് 1. അപ്പൊ 2 - 3 -1/2. സിമിലർലി A21 iക്ക് 2 കൊടുക്കുക, jക്ക് 1 കൊടുക്കുക. 4 - 1 3/2. നെക്സ്റ്റ് iക്ക് 2 കൊടുക്കുക, jക്ക് 2 കൊടുക്കുക. 4 - 2 2 2/2 എന്ത് കിട്ടും? 1. അടുത്ത A23 iക്ക് 2 jക്ക് 3 4 - 3 1/2 എന്ന് കിട്ടും. ഈ കിട്ടിയ എലമെന്റ്സ് മെട്രിക്സിനകത്ത് എഴുതുക. 1/2 0 -1/2 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ 3/2 1 1/2. അപ്പൊ ഇവിടെ 2 റോ ഉണ്ട്, 3 കോളവും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിനേഷനും നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Let P be a matrix of order P by n and Q be a matrix of order n by q. Then order of PQ. അപ്പോൾ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യത്തെ മെട്രിക്സിലെ റോയുടെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിലെ കോളത്തിന്റെ എണ്ണവുമായിരിക്കും അല്ലെ. ഇവ അടുപ്പിച്ചെഴുതുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഓർത്തിരിക്കുക. ഓർഡർ ഓഫ് PQ കാണുന്ന ഓർഡർ ഓഫ് PQ എന്താണ്? P/Q. ആദ്യത്തെ മെട്രിക്സിലെ റോയ്സിന്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവുമായിരിക്കും റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ. സോ ആൻസർ P/Q എന്ന് എഴുതാം. സോ ഓർഡർ ഓഫ് PQ ഈക്വൽ ടു എന്താണ്? P/Q. P റോസും Q കോളംസും. നെക്സ്റ്റ്
എ സ്ക്വയർ കാണണം. നമുക്ക് ക്വസ്റ്റ്യനിൽ എ തന്നിട്ടുണ്ട്, എ സ്ക്വയർ കാണുക. എ തന്നിട്ടുണ്ട്, ഫൈൻഡ് എ സ്ക്വയർ. നിങ്ങൾക്കറിയാം എ സ്ക്വയർ കാണുന്ന ഫോർമുല എ ഇൻറ്റു എ. മെട്രിക്സ് എ എഴുതുക, വീണ്ടും മെട്രിക്സ് എ എഴുതുക. സ്ക്വയർ ചെയ്ത് എഴുതരുത്, തെറ്റാണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോയും രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളവും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഇതും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4. അടുത്ത് -3 × -4 +12. ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ അടുത്ത എലമെന്റ് കിട്ടും. 2 × -3 -6 -3 × 5 -15. അപ്പോൾ ഫസ്റ്റ് റോ ഉപയോഗിച്ച് രണ്ട് കോളം ചെയ്യുമ്പോൾ ഈ രണ്ട് എലമെന്റ് കിട്ടും. അടുത്ത സെക്കൻഡ് റോ യൂസ് ചെയ്യുമ്പോൾ ആൻസർ സെക്കൻഡ് റോയിൽ എഴുതുക. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും -4 × 2 -8. 5 × -4 -20. നെക്സ്റ്റ് -4 × -3 +12. 5 × 5 25. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എസ് സ്ക്വയർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് x+1 x(x-1). ആ ഡിറ്റർമിനന്റ് എടുത്തെഴുതുക. നിങ്ങൾക്കറിയാം 2/2 ഡിറ്റർമിനന്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഇത് ഇൻറ്റു ഇത്. അപ്പോൾ x+1 × x-1 മൈനസ് അത് ഫോർമുല. അടുത്ത് x × x, ദാറ്റ് ഈസ് x². ഇവിടെ a + b × a - b, s² - b². അപ്പോൾ x² - 1² 1. അവസാനത്തെ ഈ -x² എഴുതി. x² - x² ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താണ്? -1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ബി പാർട്ട്. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ k, then determinant at j. ഓർഡർ ഓഫ് എ n ആണെങ്കിൽ ഡിറ്റർമിനന്റ് അറ്റ് j ഡിറ്റർമിനന്റ് a⁻n-1 എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ k ആയതുകൊണ്ട് ആൻസർ ഡിറ്റർമിനന്റ് a⁻k-1, which is the correct answer. Okay. Next question number 4. Find the value of k if the function is continuous. ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ്. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ആ ഐഡിയ യൂസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇതാ നോക്കിക്കോ. സിൻസ് f(x) ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 3, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 - f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 + f(x). ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3. ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ എന്ത്? ലെഫ്റ്റ് ലിമിറ്റ് എന്നാൽ 3യുടെ ലെഫ്റ്റിൽ വരുന്നത് 3യേക്കാളും ചെറിയ വാല്യൂ വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? x <3 ആകുമ്പോൾ ഫംഗ്ഷൻ kx+1. സോ ലെഫ്റ്റ് ലിമിറ്റിന്റെ അവിടെ kx+1. റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3യേക്കാളും വലുത് വരുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? 2x+3. ഇനി എക്സിന് ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ 3k+1 ഈക്വൽ ടു ഇവിടെ എക്സിന് 3 കൊടുക്കുക. 2 × 3 6 +3 9. സോ 3k = 9 - 1 8. k = എന്ത് കിട്ടി? 8/3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സ്ഥിരം ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്ന് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്നത് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്. ഈ വർഷവും പ്രതീക്ഷിക്കാം. The total cost C of x in rupees associated with the production of x units of an item is given by ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. Find marginal cost when 3 units are produced. മാർജിനൽ കോസ്റ്റ് കാണാൻ ഈ കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് കാണുക. dc/dx എന്നിട്ട് എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. ഇവിടെ റവന്യൂ തന്നിരുന്നാൽ മാർജിനൽ റവന്യൂ കാണാൻ dr/dx, അതായത് ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്പർ ഓഫ് പ്രോഡക്ട്സ് അവിടെ എക്സിന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ ആ ഫംഗ്ഷൻ എടുത്തെഴുതാം. c of x = അതേപോലെ എഴുതി. അടുത്ത് dc/dx ഇതിന്റെ ഡെറിവേറ്റീവ് 0.005 ഇൻറ്റു അത് കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x³ ഡെറിവേറ്റീവ് 3x² മൈനസ് ഈ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x² ഡെറിവേറ്റീവ് 2x പ്ലസ് 30 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. എക്സിന്റെ ഡെറിവേറ്റീവ് 1. 30 × 1 30. അവസാനം 5000 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. നെക്സ്റ്റ് dc/dx at x = 3. മേളിൽ എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30.015 എന്ന് കിട്ടും. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? dc/dx at x = 3. ആ വാല്യൂ തൊട്ട് മേളിൽ കണ്ടെത്തി. അതാണ് ആൻസർ. വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ sec x tan x ഫോർമുല എന്താണ്? ഇന്റഗ്രൽ sec x tan x sec x + c. സോ ആൻസർ sec x + c. അടുത്ത ഫൈൻഡ് ഇന്റഗ്രൽ 1 + x * e⁻x dx. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതുക. 1 + x * e⁻x. പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. യഥാർത്ഥത്തിൽ ഇതൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. അതിലേക്ക് എഴുതുന്നതിന് വേണ്ടി ഇന്റഗ്രൽ e⁻x ആദ്യം എഴുതി ഇതിനൊന്ന് തിരിച്ചെഴുതി. 1 + x നെ x+1. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ e⁻x ഇൻറ്റു എ ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നാൽ ആൻസർ e⁻x × f(x) എന്ന് എഴുതാം.
അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ 1 എങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് e⁻x ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഓർക്കുക, ഫോർമുല എന്താണ്? ഇന്റഗ്രൽ e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് വന്നാൽ e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ദ ആൻസർ. ആ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 7. റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതാണ് അതിന്റെ ഓർഡർ. ഇവിടെ എന്തുണ്ട്? ഇത് തേർഡ് ഡെറിവേറ്റീവ്, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ്. സോ ഓർഡർ ഈക്വൽ ടു 3. ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ അതാണ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രി ഈക്വൽ ടു എന്താണ്? 2. അപ്പോൾ ഓർഡർ 3 ഡിഗ്രി 2. അടുത്തത് ചെറിയ ബുദ്ധിമുട്ട് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫൈൻഡ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് x/1 പ്ലസ് x സ്ക്വയർ ഇൻറ്റു y ഈക്വൽ ടു 2x/1 പ്ലസ് x സ്ക്വയർ. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. dy/dx പ്ലസ് py ഈക്വൽ ടു q എന്ന് പറഞ്ഞാൽ y-യുടെ കൂടെ ഇരിക്കുന്ന ഈ കോഎഫിഷ്യന്റ് ഫംഗ്ഷനാണ് p എന്ന് പറയുന്നത്. സോ p ഈക്വൽ ടു x/1 പ്ലസ് x സ്ക്വയർ എന്നെടുത്തെഴുതുക. സോറി, അപ്പൊ ക്യാപിറ്റൽ P ഈക്വൽ ടു എന്താണ്? x/1 പ്ലസ് x സ്ക്വയർ. എങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല e⁻ഇന്റഗ്രൽ p dx. e⁻ഇന്റഗ്രൽ p എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x/1 പ്ലസ് x സ്ക്വയർ dx. ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് വന്നാൽ ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അത് മേളിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 2 മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ 2 ഡിവൈഡ് ചെയ്തു. e⁻1/2 ഇൻറ്റു ഇപ്പോൾ അകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. കാരണം ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഇത്. ഇത്രയും എഴുതി 2 വര വരച്ച് നിർത്തിയാൽ മാർക്ക് കിട്ടും. ഞാൻ പ്രോപ്പർട്ടിയോട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. m ലോഗ് എക്സിന് ലോഗ് എക്സ് റൈസ് ടു എന്ന് എഴുതാം. അത് ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1/2. അതിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. e⁻ ലോഗ് എക്സിനെ എക്സ് എന്ന് എഴുതാം, വിച്ച് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. നിങ്ങൾ ജസ്റ്റ് ദ ഇന്റഗ്രേഷൻ ചെയ്ത് വെച്ചാലും ആൻസർ ആയി മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 എല്ലാ കുട്ടികളും ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. ഇത് മൂന്നും കണ്ടെത്തുക. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് കൂടിയൊരു ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇത് പ്ലസ് ഇത് മൈനസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7 3 10 10 9 കുറച്ച 1 ബൈ 11 1/11. അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ കിട്ടി 1/11 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? 7/11. 11 ക്യാൻസൽ ചെയ്താൽ 1/7. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഫോർമുലയാണ് പഠിക്കണം. 1/11 ബൈ എന്താണ്? 3/11. സോ ആൻസർ 1/3. സോ 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻ. ഈ 8 ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണുന്നത് മാത്രമാണ് ചെറിയൊരു ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ. ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. 2 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പതിവിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് എൻ്റെ നിഗമനം. നെക്സ്റ്റ് 4 മാർക്സ് ക്വസ്റ്റ്യൻ. Question number 9. Express A equal to 1120 as a sum of symmetric and skew symmetric matrices. Sure question ആണ്. ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. സോ ആദ്യം എ ഈക്വൽ ടു മെട്രിക്സ് എഴുതുക. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എഴുതുക. എ ട്രാൻസ്പോസ് കുത്തനെ ഇരിക്കുന്നതിന് ചരിച്ചെഴുതുക. ഫസ്റ്റ് കോളത്തിന് ഫസ്റ്റ് റോ ആക്കി എഴുതുക. 1 2 എഴുതി. അടുത്ത 1 0 ചരിച്ചെഴുതി. ഈ കിട്ടിയതാണ് എ ട്രാൻസ്പോസ്. അടുത്തത് ഓർക്കണം. ലെറ്റ് പി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. 1 1 ആഡ് ചെയ്താൽ 2. അടുത്ത് 1 2 ആഡ് ചെയ്താൽ 3. അടുത്ത് 2 1 ആഡ് ചെയ്താൽ 3. 0 0 ആഡ് ചെയ്താൽ 0. ക്ലിയർലി ദ മെട്രിക്സ് പി ഈസ് സിമെട്രിക് എന്ന് എഴുതിയാൽ മതി. കാരണം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും സെയിം ആയിരിക്കും. 2 3 ഇവിടെ എന്താണ് 2 3 എങ്കിൽ അത് സിമെട്രിക് ആയിരിക്കും. അത് ഷോർട്ട് കട്ടാണ് കേട്ടോ. ക്ലിയർലി പി ഈസ് സിമെട്രിക് എന്ന് എഴുതിയാൽ മതി. കണ്ടീഷൻ ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ലെറ്റ് ക്യൂ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസ് ആയിരുന്നു. ഇവിടെ എ മൈനസ് എ ട്രാൻസ്പോസ്. സോ ഹാഫ് ഇൻറ്റു ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക.
1 മൈനസ് 1 എന്താണ് 0. 1 നിന്ന് 2 കുറച്ചാൽ -1, അടുത്ത 2 നിന്ന് 1 കുറച്ചാൽ 1, 0 നിന്ന് 0 കുറച്ചാൽ 0. ക്ലിയർലി Q ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കി അങ്ങ് എഴുതിയാൽ മതി. ആദ്യത്തത് സിമെട്രിക്, രണ്ടാമത്തത് സ്ക്യൂ സിമെട്രിക്. കാരണം ഇവിടെ മെയിൻ ഡയഗണൽ 0, ഇവിടെ വന്നതിന്റെ ഓപ്പോസിറ്റ് സൈനാണ് ഇവിടെ വന്നത് എങ്കിൽ നമ്മളത് സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. കണ്ടീഷൻ Q ട്രാൻസ്പോസ് ഈക്വൽ ടു -Q ആയതുകൊണ്ടാണ് സ്ക്യൂ സിമെട്രിക്. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് P പ്ലസ് Q. P ഇവിടെ കിട്ടി, Q കിട്ടി, രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈ മെട്രിക്സും ആഡ് ചെയ്യുക. രണ്ടും 0യും ആഡ് ചെയ്ത 2. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യണം. 3യും -1 ആഡ് ചെയ്ത 2. 3യും 1ഉം 4, അടുത്ത 0. ഓരോ എലമെന്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 1 2 0. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കണം? നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മെട്രിക്സ് A ആയിരിക്കണം. അങ്ങനെ എഴുതാനാണ് പറഞ്ഞത്. A can be written as sum of two matrices in which one is symmetric and the other is skew symmetric. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. ഈ പ്രൊസീജിയർ പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Let A equal to 1 2 3 and R equal to ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. Then which of the following is correct? അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ? അപ്പോൾ 1 2 3, അപ്പോൾ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ അവസാനത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേണ്ട ആവശ്യം, അവസാനത്തെ ഈ ഓപ്ഷൻ നമുക്ക് കളയാം. ബാക്കി 3 ഓപ്ഷനിൽ ഏത് കറക്റ്റ് നോക്കിയാൽ മതി. റിഫ്ലക്സീവ് ആണ്. അടുത്തത് സിമെട്രിക് ആണോ? 1 2 ഉണ്ട്. അപ്പോൾ ഏതില്ല? 2 1 ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല. അപ്പോൾ റിഫ്ലക്സീവ് ആൻഡ് സിമെട്രിക് എന്നുള്ള ഓപ്ഷൻ തെറ്റെന്ന് ഉറപ്പായി. അടുത്ത് സിമെട്രിക് എന്നുള്ള ഈ ഓപ്ഷൻ തെറ്റായി, ഈ ഓപ്ഷനും തെറ്റായി. അപ്പോൾ പിന്നെ ശരി ഏതാണ്? R ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് അല്ലേ? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയാം. തുടർച്ചയായിട്ടുള്ള 2 ഓർഡേഡ് പേർ എടുക്കണം. അത് ചെക്ക് ചെയ്യാതെ തന്നെ ഇവിടെ തീരുമാനത്തിലേക്ക് എത്താം. R റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഈ ഓപ്ഷൻ തെറ്റാണ്. സിമെട്രിക് ആണെന്ന് ഓപ്ഷൻ തെറ്റാണ്. ഇവിടെയും സിമെട്രിക് തന്നിട്ടുണ്ട്, ഓപ്ഷൻ തെറ്റാണ്. ഇവിടെയും സിമെട്രിക് തന്നിട്ടുണ്ട്, ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ R ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാതെ തന്നെ ഈ ആൻസറിലേക്ക് എത്താം. പല കുട്ടികളും ട്രാൻസിറ്റീവ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ആവശ്യമില്ല. Next, check whether the function f from natural number to natural number defined by f of x equal to 2x plus 1 is 1 1 and 1 2. ഇത്തരത്തിൽ ഒരു ഫംഗ്ഷൻ നൽകിയിട്ട് അത് 1 1 ആണോ 1 2 ആണോ എന്ന് വെരിഫൈ ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഈ വർഷവും പ്രതീക്ഷിക്കാം. ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. സോ 1 1 പ്രൂവ് ചെയ്യാൻ ലെറ്റ് f of x equal to f of y. f of x എന്തായിരുന്നു? 2x plus 1 എങ്കിൽ f of y എന്തായിരിക്കും? 2y plus 1. 1 1 ക്യാൻസൽ ചെയ്തു. 2x equal to 2y, 2 2 ക്യാൻസൽ ചെയ്താൽ x equal to y. എവരി എലമെന്റ് ഹാസ് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് എന്ന് പ്രൂവ് ചെയ്തു. Therefore f is 1 1. 1 1 പ്രൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. നെക്സ്റ്റ് 1 2 എങ്ങനെ പ്രൂവ് ചെയ്യും? ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ് എന്താണ്? ക്യാപിറ്റൽ N. So let y element of capital N such that f of x equal to y. f of x എന്തായിരുന്നു? 2x plus 1 equal to y. 2x equal to y minus 1. x equal to എന്താണ്? y minus 1/2. ഇനി y എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ. ഇവിടെ yക്ക് ഞാൻ നാച്ചുറൽ നമ്പർ കൊടുത്താൽ കിട്ടുന്നത് എല്ലായ്പ്പോഴും നാച്ചുറൽ നമ്പർ ആണ് എങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു, അതായത് ആദ്യത്തെ സെറ്റ് ആണെങ്കിൽ. ഇവിടെ yക്ക് ഞാൻ 3 കൊടുത്താൽ 4 കൊടുത്താൽ 4 minus 1 എന്ത് കിട്ടും? 3/2 which is not a natural number. അതായത് രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റിനും ഇപ്പുറത്ത് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല എന്ന് കിട്ടി. അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan inverse 1 plus cos inverse minus 1/2 plus sin inverse minus 1/2. കാൽക്കുലേറ്റർ കൊണ്ട് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുത്താൽ മതി, ആൻസറിലേക്ക് എത്താൻ സാധിക്കും. tan inverse 1 ആൻസർ എന്താണ്? 45 ഡിഗ്രി. cos inverse minus 1/2 കാൽക്കുലേറ്റർ കൊടുത്താൽ 120 ഡിഗ്രി. sin inverse minus 1/2 കാൽക്കുലേറ്റർ കൊടുത്താൽ -30 ഡിഗ്രി എന്ന് കിട്ടും. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 135 ഡിഗ്രി റേഡിയൻ മെഷറിലാണെങ്കിൽ 3π/4 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമുല പഠിച്ച മാത്രമേ ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഷോ ദാറ്റ് sin inverse 2x into root 1 minus x square equal to 2 into sin inverse x. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുക. sin inverse 2x into root 1 minus x square. put x equal to sin theta. substitution കൊടുക്കുക. 2 sin theta root 1 minus sin square theta. 2 sin theta 1 minus sin square cos square അതിന്റെ റൂട്ട് cos theta. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ sin 2 theta. മറ്റൊരു ഫോർമുല. വീണ്ടും മറ്റൊരു ഫോർമുല. sin inverse sin x എന്ന് പറഞ്ഞാൽ x. so here 2 theta equal to 2 into what is theta? x sin theta. അപ്പോൾ theta sin inverse x. so 2 into sin inverse x which is the right hand side. ചില കുട്ടികൾക്കെങ്കിലും അതൊരു ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12.
y തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് dy by dx ലോഗ് സൈൻ എക്സ്. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണം. y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അകത്തിരിക്കുന്നത് എക്സ് എന്ന് അസ്യൂം ചെയ്യുക. ലോഗ് എക്സ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, എക്സിന്റെ പ്ലേസിൽ സൈൻ എക്സ് ഇൻറ്റു എക്സ് എന്ന് അസ്യൂം ചെയ്തതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. സോ കോസ് ബൈ സൈൻ എന്തെന്ന് എഴുതാം? കോട്ട് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഫൈൻഡ് dy by dx. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഫോർമുല പഠിക്കണം. dy by dx കാണുന്ന ഫോർമുല dy by d theta by dx by d theta ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് ആർ കോൺസ്റ്റന്റ് സൈൻ തീറ്റ എടുത്ത് കോസ് തീറ്റ ബൈ ഇവന്റെ ഡെറിവേറ്റീവ് ആർ കോൺസ്റ്റന്റ് കോസ് തീറ്റ എടുത്ത് മൈനസ് സൈൻ തീറ്റ. ആർ ക്യാൻസൽ ചെയ്താൽ കോസ് ബൈ സൈൻ കോട്ട് എന്ന് കിട്ടും. ഈ മൈനസും കൂടെ ചേർത്ത് മൈനസ് കോട്ട് തീറ്റ എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് കണ്ടെത്തുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്ത് പോയിന്റ് കണ്ടെത്തുക. ദെൻ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ കണ്ടെത്തുക. സോ എഫ് ഓഫ് എക്സ് എഴുതുക. എഫ് ഡാഷ് എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3x മൈനസ് 3. ഓക്കെ, കോൺസ്റ്റന്റ് മാത്രം വരുമ്പോൾ ലാസ്റ്റ് ടൈം 0. അടുത്ത ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 3x² മൈനസ് 3 ഈക്വൽ ടു 0. 3x² ഈക്വൽ ടു 3, x² ഈക്വൽ ടു 1, x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. നെക്സ്റ്റ് തേർഡ് പാർട്ട്, ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമ കണ്ടെത്തുക. അതിനുവേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, അതിനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് എഫ് ഡബിൾ ഡാഷ് എക്സ്. x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു 3 എന്ത് കിട്ടും? 6x. ഇത് മൈനസ് 3 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് 6x. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ആദ്യത്തെ ക്രിട്ടിക്കൽ പോയിന്റ് x ഈക്വൽ ടു 1 കൊടുക്കുക. x ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് 6 പോസിറ്റീവ് എന്ന് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് കിട്ടിയാൽ ആ പോയിന്റ് എന്താണ്? ലോക്കൽ മിനിമ. ദെൻ ലോക്കൽ മിനിമം വാല്യൂ കാണാൻ ആ പോയിന്റ് ഫംഗ്ഷനിൽ കൊടുക്കുക. എഫ് ഓഫ് 1, എക്സിന് 1 കൊടുത്താൽ 1. അടുത്ത് മൈനസ് 3 പ്ലസ് 3, മൈനസ് 3 പ്ലസ് 3 ക്യാൻസൽ ചെയ്താൽ 1 എന്ന് കിട്ടും. സോ ലോക്കൽ മിനിമം വാല്യൂ 1. അടുത്ത നെക്സ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ് -1, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്താൽ -6. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ്, അതുകൊണ്ട് ആ പോയിന്റ് എന്താണ്? ലോക്കൽ മാക്സിമ. എങ്കിൽ ലോക്കൽ മാക്സിമം വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് ദിസ് പോയിന്റ് -1. ഇവിടെ എക്സിന് -1 കൊടുത്താൽ -1 ക്യൂബ് -1, -3 ഇൻറ്റു -1 പ്ലസ് 3, അവസാനം 3. 6 മൈനസ് 1 5 എന്ന് കിട്ടും. സോ മാക്സിമം വാല്യൂ 5 എന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്താണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ 2x by 1 plus x². ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേളിൽ. 1 × 0 x² 2x അല്ലേ ഡെറിവേറ്റീവ്. അങ്ങനെ വന്നാൽ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. സോ ആൻസർ ലോഗ് മോഡുലസ് ഓഫ് 1 plus x². ഒറ്റ സ്റ്റെപ്പ് എഴുതിയാൽ മതി, 2 മാർക്കും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ -π/4 to π/4 sin² x dx. ഇതൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ഓഡ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. sin² ഒരു ഈവൻ ഫംഗ്ഷൻ, അതുകൊണ്ട് -π/4 to π/4 2 × 0 to π/4 എന്ന് എഴുതാം. അകത്തിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ. ഇത് ഇന്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫോർമുല അപ്ലൈ ചെയ്യണം. sin² x ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്, 1 - cos 2x/2. ഈ 2 ക്യാൻസൽ ചെയ്യാം അല്ലെ, 2/2. പിന്നെ അകത്തിരിക്കുന്ന 1ന്റെ ഇന്റഗ്രൽ x മൈനസ് cos 2x ഇന്റഗ്രൽ sin 2x/2. ദെൻ ലിമിറ്റ് 0 to π/4. ആദ്യം എക്സിന് π/4 കൊടുക്കുക. അപ്പോൾ എക്സ് π/4 മൈനസ് അടുത്തൊന്നാണ് സൈൻ. ഇവിടെ π/4 2 × π/4 π/2 എന്ന് 90 എന്ന് കിട്ടും. sin 91 1/2 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൊത്തം 0. സോ ഫൈനൽ ആൻസർ π/4 മൈനസ് 1/2. അത് പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ്. ഒന്നാമത്തെ ലൈനിൽ ആദ്യം ഇരിക്കുന്ന പോർഷൻ ഈ വെക്ടർ a1 എന്നെടുക്കുക, ഇത് b1 എന്നെടുക്കുക. രണ്ടാമത്തെ ലൈനിൽ ആദ്യം ഇരിക്കുന്ന വെക്ടർ a2 എന്നെടുക്കുക, രണ്ടാമതിരിക്കുന്നത് വെക്ടർ b2. അറിയാലോ, a1 ഇത് b1, ഇത് a2 ഇത് b2. അത് ആദ്യം എടുത്തെഴുതുക. അത്രയും എഴുതി കഴിഞ്ഞാൽ a2 മൈനസ് a1 ഇവ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. i ൽ നിന്ന് വെച്ചാൽ 0, -j എന്ന് -2j സബ്ട്രാക്ട് ചെയ്താൽ +j, -k -3k -4k. അടുത്ത് b1 ക്രോസ് b2 ക്രോസ് പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ് ijk. b1ന്റെ സ്കേലാർ കോമ്പണൻസ് കോഎഫിഷ്യന്റ് -1 1 -2, അതാണ് സെക്കൻഡ് റോയിൽ. അടുത്ത് b2ന്റെ സ്കേലാർ കോമ്പണൻസ് 1 2 -2. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. i ഇൻറ്റു കോളം കളയുക, റോ കളയുക. അപ്പോൾ ഈ 4 എലമെന്റ്സ് ഡിറ്റർമിനൻസ് ആയിട്ട് എഴുതുക. അടുത്ത -j ഇൻറ്റു j ഉൾപ്പെടുന്ന റോ കളയുക, കോളം കളയുക. ഈ 4 എലമെന്റ് -1 -2 1 -2 എഴുതി.
അടുത്ത തേർഡ് എലമെന്റ് അതുപോലെ പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോ കളയുക കോളം കളയുക. ഈ 4 എലമെന്റ് ഡിറ്റർമിനൻസ് എഴുതുക. ഇനി ഇത് എക്സ്പാൻഡ് അറിയില്ല. ഐ ഇൻറ്റു 1 ഇൻറ്റു -2 -2 -4 അങ്ങനെയാണ് +4 ആയത്. അടുത്ത മൈനസ് ജെ ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -1 -2 മൾട്ടിപ്ലൈ 2 മൈനസ് അത് ഫോർമുല 1 ഇൻറ്റു -2 -2 2 + 2 4 എന്ന് കിട്ടും. പ്ലസ് കെ ഇൻറ്റു ഇത് -2 -1 അത് -3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2y -4j -3k. അടുത്ത് ഈ കിട്ടിയതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 -4ൻ്റെത് 16 -3ൻ്റെത് 9 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ √29. അടുത്ത് b1 ക്രോസ് b2 ഡോട്ട് a2 - a1 കണ്ടെത്തുക. ഇതുമായിട്ട് ഡോട്ട് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ 2 × 0 0. അടുത്ത -4 × 1 -4. അടുത്തത് -3 × -4 +12 12 - 4 8 എന്ന് കിട്ടും. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. b1 ക്രോസ് b2 ഡോട്ട് a2 - a1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 ദാറ്റ് ഈസ് 8/√29. Next question, find area of the circle x² + y² = a². ഈ സർക്കിളിന്റെ ടോട്ടൽ ഏരിയ കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടിട്ട് മൊത്തം കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. ഇന്റഗ്രൽ a to b y dx. ഇവിടെ ലിമിറ്റ് ഏതാണ്? 0 മുതൽ a വരെ. അപ്പോൾ ഇന്റഗ്രൽ 0 to a y dx. അടുത്ത 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടിയാണ്. സോ ഏരിയ = 4 × ഇന്റഗ്രൽ 0 to a y dx. 4 × ഇന്റഗ്രൽ 0 to a y. എന്താണ് y? ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ എഴുതുക. x² + y² = a². y² എന്ന് പറഞ്ഞാൽ a² - x². y എന്ന് പറഞ്ഞാൽ √a² - x². അടുത്തത് എഴുതണമെങ്കിൽ ഫോർമുല പഠിച്ചേ പറ്റൂ. 4 × ഇന്റഗ്രൽ √a² - x² എന്ന് പറഞ്ഞാൽ x/2 √a² - x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. പഠിക്കുക. എലിപ്സിന്റെ ഏരിയ കാണാനും ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക്കിന് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. സോ ഇനി ഇത് എഴുതിയതിനു ശേഷം ലിമിറ്റ് 0 to a. ആദ്യം എക്സിന് a കൊടുക്കുക. ഇവിടെ a കൊടുത്തത് 0 ആയിപ്പോയി. ഇത് അതുപോലെ എഴുതുക. a²/2 സൈൻ ഇൻവേഴ്സ് a/a 1 മൈനസ് അടുത്ത എക്സിന് 0 കൊടുത്താൽ മൊത്തം എന്തായി പോകും? 0 ആയി പോകും. സോ സൈൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ π/2 ആണ്. സോ 4a²/2 × π/2 4 വെട്ടിപ്പോയാൽ πa² എന്ന് കിട്ടും. πr² ആണ്. റേഡിയസ് r ആയ സർക്കിളിന്റെ ഏരിയ. ഇവിടെ റേഡിയസ് a ആയതുകൊണ്ട് πa². സോ 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആകാൻ സാധ്യതയുണ്ട്. എങ്കിലും 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കും. യാതൊരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കും. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യം അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. ദെൻ അഡ്ജെ കാണുക. എന്നിട്ട് സോൾവ് ചെയ്യുക യൂസിങ് മെട്രിക്സ് മെത്തേഡ്. സോ ആദ്യം മെട്രിക്സ് ഫോം ax = b. അതിൽ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ക്യാപിറ്റൽ A = മെട്രിക്സ് ഇട്ടിട്ട് ഫസ്റ്റ് റോയിൽ 1 1 1, സെക്കൻഡ് റോയിൽ 3 -1 1, തേർഡ് റോയിൽ 2 2 -1 അല്ലെ. കോഎഫിഷ്യൻസ് എടുത്തെഴുതുക. അപ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ A. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് വേരിയബിൾ x y z. ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റന്റ് 6 4 3. സോ 6 4 3. എന്നിട്ട് നിങ്ങൾ കാണേണ്ടത് അഡ്ജെ. രണ്ടാമത്തെ പാർട്ട് അഡ്ജെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് കാണുക. ആദ്യം ഈ മെട്രിക്സിലെ എലമെന്റ്സ് എഴുതുക. അതായത് 1 1 1 ഇത്രയും എഴുതുക. കണ്ടല്ലോ. ഇത് എഴുതിയതിനു ശേഷം ആദ്യത്തെ 2 കോളം റിപ്പീറ്റ് ചെയ്ത് ഇവിടെ എഴുതുക. 1 3 2 1 3 2. അടുത്ത് 1 -1 2 എഴുതി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഇത്രയും എലമെന്റ്സ് ആണ് കിട്ടിയത് അല്ലേ. ഇത്രയും എലമെന്റ്സിൽ ആദ്യത്തെ 2 റോ താഴെ വീണ്ടും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ റോ എന്താ? എല്ലാം 1. അതാണ് താഴെ 1 1 1 1. അടുത്ത രണ്ടാമത്തെ റോ 3 -1 1 3 -1. ഇത്രയും എഴുതിയതിനു ശേഷം ഈ സംഗതി എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുക. ഇനി ബാക്കിയിരിക്കുന്ന സംഗതികളിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അഡ്ജെ = നോക്കിക്കോ. ഈ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഇൻറ്റു ഇത്. അപ്പോൾ 1 -2 1 -2 എന്താണ്? -1. സോ അഡ്ജയിലെ ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത് താഴോട്ട് ചെയ്ത് പോവുക. ഈ 4 എലമെന്റ് എടുക്കുക. ഈ 4 എലമെന്റ് എടുക്കുക. അപ്പൊ 2 -1 ഡിറ്റർമിനന്റ് ചെയ്യുന്ന പോലെ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് കേട്ടോ. 2 -1 2 + 1 എന്ത് കിട്ടി? 3. അടുത്ത അവസാനത്തെ 4 എലമെന്റ് എടുത്താൽ 1 -1 1 + 1 2. വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ താഴോട്ട് കഴിഞ്ഞു. അടുത്ത് സെക്കൻഡ് റോയിൽ എഴുതാൻ വേണ്ടി ഈ 4 എലമെന്റ് എടുക്കുക. ഓക്കെ. അപ്പോൾ 2 -3 2 + 3 എന്ത് കിട്ടി? 5. അടുത്ത് ഈ 4 എലമെന്റ് എടുക്കുക. -1 -2 എന്ത് കിട്ടി? -3. അവസാനം ഈ 4 എലമെന്റ് 3 - 1 എന്താണ്? 2 എന്ന് കിട്ടി.
നെക്സ്റ്റ് തേർഡ് റോ എഴുതാൻ ഇവിടെ എഴുതുക, അതായത് 4 6 -2 8 എന്ന് കിട്ടി. അടുത്ത് 2 - 2 0 എന്ന് കിട്ടി. അടുത്ത് ചെയ്യുമ്പോൾ -1 -3 -4. വളരെ സിമ്പിളാണ്, അഡ്ജേ കിട്ടി കഴിഞ്ഞു. ഇനി സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കാണണം? ഡിറ്റർമിനന്റ് എ. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ അറിയാലോ, 1 ഇൻറ്റു കോളം കളയുക റോ കളയുക, ഈ 4 എലമെന്റിന്റെ ഡിറ്റർമിനന്റ്. അടുത്ത രണ്ടാമത്തെ ഓപ്പോസിറ്റ് സൈൻ -1 ഇൻറ്റു റോ കളയുക കോളം കളയുക, 3 1 2 -1 +1 ഇൻറ്റു റോ കളയുക കോളം കളയുക എഴുതുക. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 12 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ് കാണുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് 12 ആണല്ലോ, അപ്പോൾ 1/12 മാറ്റി വെച്ചു, അഡ്ജെ അതുപോലെ എഴുതി. അടുത്ത ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് ഇത് അതുപോലെ എഴുതി. ക്യാപിറ്റൽ ബി തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതുക. നെക്സ്റ്റ് 1/12 ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോയും രണ്ടാമത്തേലെ കോളവും ഒറ്റ എലമെന്റ് കിട്ടും. -1 × 6 -6, 3 × 4 12. അടുത്ത 2 × 3 6, ഫസ്റ്റ് എലമെന്റ് കിട്ടി. അടുത്ത സെക്കൻഡ് റോയും ഈ കോളവും ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെന്റ് കിട്ടും. 5 × 6 30, -3 × 4 -12, 2 × 3 6. അടുത്ത തേർഡ് റോയും ഈ കോളവും 8 × 6 48, 0 × 4 0, -4 × -12. സിംപ്ലിഫൈ 12 24 36. ഓരോ എലമെന്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2 3 എന്ന് കിട്ടും. എല്ലായ്പ്പോഴും ഇത്തരം ക്വസ്റ്റിന്റെ ആൻസർ 1 2 3 എന്ന് തെറ്റിദ്ധരിക്കരുത്. സാധാരണ ആൻസർ 1 2 3 വരുന്നതാണ് മെജോറിറ്റിയും ചോദിക്കാറുള്ളത്. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്ക് 1 2 3 അല്ലാത്ത ഒരു ആൻസറാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല, എഴുതി പഠിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ഡോട്ട് ബി, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി, എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ഇത്രയും കണ്ടെത്തണം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ്? ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2. അടുത്ത -3 × -2 അത് +6 എന്ന് കിട്ടും. അടുത്ത 1 × -3 -3, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ഇവന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 -3 9, ഇത് 1 √14. ഇതുപോലെ ബിയുടെ മാഗ്നിറ്റ്യൂഡും √14. ആംഗിൾ കാണുന്ന ഫോർമുല cos θ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ദാറ്റ് ഈസ് 5/√14 × √14, 5/14. cos θ ആണ് 5/14. അപ്പോൾ θ ഈക്വൽ ടു cos ഇൻവേഴ്സ് 5/14. നെക്സ്റ്റ് എ പ്ലസ് ബി കാണുക, എ മൈനസ് ബി കാണുക. എയും ബിയും ആഡ് ചെയ്യുക അല്ലേ, ഐയും ഐയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3i. അടുത്തത് -5j, അടുത്തത് -2k. അടുത്ത് എ മൈനസ് ബി കാണുക, ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ ഇത് കിട്ടി. അടുത്ത് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് കാണുക. എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി. എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ആണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി കാണണം. ഈക്വൽ ടു എന്താണ്? ക്രോസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ij_k, ആദ്യത്തെ വെക്ടറിന്റെ കോഎഫിഷ്യന്റ്. എ പ്ലസ് ബിയുടെ കോഎഫിഷ്യന്റ് 3 -5 2. അടുത്തത് എന്താണ്? എ മൈനസ് ബിയുടെ കോഎഫിഷ്യന്റ് 1 -1 4. ഇതെന്ത് ചെയ്യുക? നേരത്തേക്ക് ചെയ്തതുപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് -22i -24j +2k എന്ന് കിട്ടും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ കാണണ്ട. യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ ഇത് ബൈ മാഗ്നിറ്റ്യൂഡ് ചെയ്യണം. ഇവിടെ ജസ്റ്റ് വെക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ആൻസർ എടുത്തെഴുതിയാൽ മതിയാകും. മാഗ്നിറ്റ്യൂഡ് കാണേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യനിൽ പ്രഡിക്റ്റ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. മാക്സിമൈസ് z ഈക്വൽ ടു 3x + 4y സബ്ജക്റ്റ് ടു ദീസ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഇനിക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻ ആദ്യം കണ്ടെത്തണം. ഈ ഇനിക്വാളിറ്റീസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഈ രണ്ട് ഇനിക്വാളിറ്റി ഇക്വേഷൻ ആക്കുക, എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ആദ്യം x + y = 4. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മിനിമം 2 വ്യത്യസ്തമായ പോയിന്റുകൾ കണ്ടെത്തണം. അപ്പോൾ എക്സ് വൈ, എക്സിന് 0 കൊടുത്താൽ y എന്താണ്? 4. അടുത്ത് yക്ക് 0 കൊടുത്താൽ x = എന്ത് കിട്ടും? 4. അപ്പോൾ ഒരു പോയിന്റ് 0,4, മറ്റൊരു പോയിന്റ് 4,0. സോ എക്സ് ആക്സിസ് വരച്ചു, y ആക്സിസ് വരച്ചു, 1 2 3 4 5 6 മേളിലോട്ട് കൊടുത്തു. ആദ്യം x 0 y 4. x 0 ആകുമ്പോൾ y 4, ദാ ഇവിടെ ഇൻറ്റു ഇട്ടു. അടുത്ത് x 4 ആകുമ്പോൾ y 0, എക്സ് ആക്സിസിൽ 4, ഇവിടെ y 0. എന്നിട്ട് അവ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടും. ഈ ഇനിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ x + y <= 4 എന്ന് പറഞ്ഞാൽ ഇനിക്വാളിറ്റി സൊല്യൂഷൻ 0യുടെ പോർഷനിലേക്ക് ആയിരിക്കും. അതായത് ഈ പോർഷനുള്ള പോയിന്റ്സ് എല്ലാം ആ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ സൊല്യൂഷൻ റീജിയൻ താഴോട്ടാണ്. <= എന്ന് പറഞ്ഞാൽ എളുപ്പവഴിയാണ് താഴോട്ടെന്ന് പറയുന്നത്. അടുത്ത് 3x + y = 6. എക്സിന് 0 കൊടുത്താൽ y എന്താണ്? 6. അടുത്ത് yക്ക് 0 കൊടുത്താൽ 3x 6 x 2.
അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ x0 y6 x0 y6 ഇൻറ്റു ഇട്ടു. അടുത്ത x2 y0 ഇവിടെ ഇൻറ്റു ഇട്ട് വരച്ചു. അതും 3x + y എന്തായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ താഴോട്ടുള്ള പോർഷൻ ഈ ഇനിക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ലൈനിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതും താഴോട്ടാണ്. അപ്പോൾ ഇതും താഴോട്ട് ഇതും താഴോട്ട്. എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്. നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എവിടെയായിരിക്കണം, ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കണം. അതായത് നമ്മുടെ എല്ലാ ഇനിക്വാളിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഈ റീജിയൻ, അതായത് ABCD ഈസ് ദ ഫീസിബിൾ റീജിയൻ. ഇനി ഓരോ പോയിന്റായാലും ഓരോ കോർണർ പോയിന്റിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 3x + 4y. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ 0 0. അവിടെ ഇസഡിന്റെ വാല്യൂ 3x + 4y, x0 y0. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0. അടുത്ത അറ്റ് ബി, ഈ പോയിന്റ് എന്താണ്, x വാല്യൂ 2 y വാല്യൂ 0, 2,0. ഈ ഫംഗ്ഷനിൽ x-ന് 2 y-ക്ക് 0, അപ്പോൾ 6 എന്ന് കിട്ടും. അടുത്ത സി എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതെന്ത് കിട്ടും, 1 എന്ന് കിട്ടും. x വാല്യൂ 1, y വാല്യൂ എന്താണ് 3. അപ്പോൾ സി എന്ന് പറയുന്നത് 1,3. അത് കറക്റ്റ് നിങ്ങൾ മെഷർ ചെയ്ത് വരച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. x-ന് 1 y-ക്ക് 3 കൊടുത്താൽ ആൻസർ 15. അടുത്ത ഡി എന്ന് പറയുന്ന പോയിന്റ് x0 y4, അപ്പോൾ 0,4. ഇവിടെ x-ന് 0 y-ക്ക് 4, അപ്പോൾ എന്ത് കിട്ടി 16. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ്, മാക്സിമം വാല്യൂ 16. സോ മാക്സിമം വാല്യൂ 16 അറ്റ് ദ പോയിന്റ് 0,4 എന്ന് എഴുതാം. ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ് തിയറം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ബോക്സ് 1 contains 5 gold and 7 silver coins, while box 2 contains 7 gold and 9 silver coins. One coin is drawn at random from one of the box and it is found to be gold. Find probability that it was drawn from box 2. ഇവിടെ 2 ബോക്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇവന്റ് E1, ഇവന്റ് ഓഫ് സെലക്ടിങ് അല്ലെങ്കിൽ ചൂസിങ് ബോക്സ് 1. E2, ഇവന്റ് ഓഫ് ചൂസിങ് ബോക്സ് 2. എന്താണോ തന്നിട്ടുള്ള കണ്ടീഷൻ അത് എ എന്ന് എടുക്കുക. ഞാനൊരു കോയിൻ എടുക്കുന്നു, അതെന്തായിരിക്കണം, ഗോൾഡ് കോയിൻ ആയിരിക്കണം. ഇവന്റ് ഓഫ് ഡ്രോൺ കോയിൻ ഈസ് ഗോൾഡ്. ആദ്യം പ്രോബിലിറ്റി ഓഫ് E1, 2 ബോക്സ് ഉണ്ട്, അതിൽ ഒന്നാമത്തെ ബോക്സ് കിട്ടാനുള്ള സാധ്യത അത് 1/2. പ്രോബിലിറ്റി ഓഫ് E2, അതും എന്ത് തന്നെയാണ് 1/2. 3 ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്നിന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും, 1/3. അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഒരു കോയിൻ എടുക്കുമ്പോൾ അത് എ ഗോൾഡ് ആകാനുള്ള സാധ്യത, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള സാധ്യത. ഒന്നാമത്തെ ബോക്സിൽ മൊത്തം എത്ര കോയിൻ ഉണ്ട്, 5 + 7 12. അതിൽ ഗോൾഡ് എത്ര, 5. അപ്പോൾ പ്രോബിലിറ്റി 5/12. സോ പ്രോബിലിറ്റി 5/12. അടുത്ത പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2, രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഗോൾഡ് കോയിൻ എടുക്കുമ്പോൾ ഗോൾഡ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ രണ്ടാമത്തെ ബാഗിൽ എത്ര കോയിൻ ഉണ്ട്, 7 + 9 16. അതിൽ ഗോൾഡ് 7. സോ ആൻസർ 7/16. യൂസിങ് ബേസ് തിയറം, നമുക്ക് കാണേണ്ടത് ഒരു കോയിൻ എടുക്കുന്നു, അത് ഗോൾഡ് ആയിരിക്കണം, വിച്ച് ഈസ് ദ കണ്ടീഷൻ, അത് താഴെ. ഇറ്റ് വാസ് ഫ്രം ബാഗ് 2 അല്ലെങ്കിൽ ബോക്സ് 2 ആകാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് E2 ഗിവൺ എ. ബേസ് തിയറം പറയുന്നത് ഇതിന്റെ പ്രോബിലിറ്റി കാണുന്ന ഫോർമുല ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് E2 എഴുതി ഇൻറ്റു ഇതിനെ തിരിച്ചെഴുതുക. പ്രോബിലിറ്റി ഓഫ് തിരിച്ചെഴുതുമ്പോൾ എ ഗിവൺ E2 ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി. ഇതേ ഫോർമാറ്റിൽ 2 ഇവന്റിനും കഥ എഴുതുക. പ്രോബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ E2. പ്രോബിലിറ്റീസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും, 0.512. സോ തീർച്ചയായും ബയോളജി സയൻസ് വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പബ്ലിക് എക്സാമിനേഷനും സിമ്പിൾ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രം. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബയോളജി സയൻസ് വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനുള്ള അവസരമാണ്. സോ തീർച്ചയായും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2 വിഭാഗം കുട്ടികളും പ്രാക്ടീസ് ചെയ്യുക. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ചെറിയ ചാപ്റ്റർ വെയിറ്റേജിന്റെ വ്യത്യാസമുണ്ട്. തീർച്ചയായും നെക്സ്റ്റ് ഡേ ബയോളജി സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.